ഹലോ, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ? നമുക്കേ ഇന്നൊരു നൈറ്റ് റുട്ടീൻ ചെയ്താലോ? എന്നെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലേ? കാരണമുണ്ട്, പറയാം. നൈറ്റ് റുട്ടീൻ തുടങ്ങുന്നതിന് മുമ്പേ ഇപ്പം സമയം വൈകുന്നേരമാണ്. നമുക്ക് ഈ തുണിയൊക്കെ ഒന്ന് ആദ്യം മടക്കി വെക്കാം. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യങ്ങളിലൊരു കാര്യമാണ് ഈ തുണി മടക്കി വെക്കുന്നത്. അപ്പോൾ അത് ആദ്യം അങ്ങോട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ കിടന്നു പോകും. പിന്നെ ഒരു 2-3 ദിവസത്തെ ഒന്നിച്ച് മടക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ആദ്യം, ഇത് കുഞ്ഞുങ്ങളുടെ വാർഡ്രോബാണ് കേട്ടോ, ഇതൊന്ന് മടക്കി വെച്ചിട്ട് വേണം. താഴെ കുറേ തുണിയുണ്ട്, അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും വാർഡ്രോബ് താഴെയാണ്. അപ്പോൾ അത് പ്രത്യേകം മടക്കണം. ഇതിപ്പോൾ മുകളിൽ അവരുടെ എല്ലാം നീറ്റാക്കി വെച്ചിട്ട് താഴോട്ട് പോകാം. രണ്ടുപേരും വീട്ടിലിടുന്ന ഡ്രസ്സായിട്ടോ ഞാൻ ഇപ്പോൾ അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവർ പുറത്തു പോകുന്ന ജീൻസും പാൻസും ഒക്കെയാണ്. താഴെ ഇരിക്കുന്നത് മൊത്തം അവർ വീട്ടിലിടുന്ന ഡ്രസ്സായിട്ടോ, താഴത്തെ ആ സെക്ഷൻ മുഴുവൻ. അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ വീട്ടിലായിരുന്ന സമയത്ത് വലിയ 2 ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് രണ്ടുപേരുടെയും പ്രത്യേകം ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു, വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മേലെ നിന്നുള്ള തുണികൾ മാത്രം നമ്മൾ എടുത്തിട്ട് താഴെയുള്ളത് അത് അങ്ങനെ ഞാൻ കിടക്കും. ഇപ്പോൾ പിന്നെ ഇങ്ങനെ വാർഡ്രോബിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിന് ഇങ്ങനെ എടുക്കാം. ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാനൊരു കാര്യം പറയട്ടെ. ന്യൂ ഇയർ തുടങ്ങിയതിന് ശേഷം എൻ്റെ എല്ലാ വീഡിയോയിലും ഉള്ള ഒരു വാക്കാട്ടോ ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഇല്ലാത്ത ഒരൊറ്റ വീഡിയോ പോലും ഇല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞല്ലോ 1 വീക്കിലേക്കുള്ള നമ്മുടെ ഒരു പ്ലാനിങ് ഒക്കെ ചെയ്യണം. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് വാങ്ങിക്കുന്നതിനും ഗ്രോസറി വാങ്ങിക്കുന്നതിനും ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്ന കാര്യമാണ്, കുറച്ച് ദിവസത്തേക്കെങ്കിലും, ഒരാഴ്ചത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ടല്ല, ഒരു 3-4 ദിവസത്തേക്ക് നമുക്ക് ബാറ്റർ, ദോശയ്ക്ക്, അപ്പം, ഇഡലി, അങ്ങനെ എന്തെങ്കിലും ഒരു ബാറ്റർ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാമെന്നുള്ളത്. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അത് കുഞ്ഞുങ്ങളുള്ളവർക്കാണെങ്കിലും വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ഇനിയിപ്പോൾ ഹൗസ് വൈഫ് ആണെങ്കിലും എന്തോ ആവട്ടെ, ഫ്രിഡ്ജിനകത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടെങ്കിൽ ആ രാവിലത്തെ തിരക്ക് ഒഴിവാക്കിയാൽ തന്നെ നമുക്കൊരു ബാക്കിയുള്ള സമയം ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. എന്ത് ജോലിയാണെങ്കിലും ബാക്കിയുള്ള സമയം ഭയങ്കര ഈസി ആയിട്ട് പോകും. രാവിലെ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അയ്യോ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഇന്നൊന്നുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളൊരു ടെൻഷൻ മാറിക്കഴിഞ്ഞാൽ തന്നെ ബാക്കി ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 3-4 ബോക്സ് ബാറ്റർ റെഡിയാക്കി വെക്കാമെന്ന്. ഞാനൊരു 4 ബോക്സ് എടുത്ത് വെച്ചു, പക്ഷേ അതിനുള്ള തികഞ്ഞില്ല കേട്ടോ. ഞാനൊരു 3 നാഴി, നമ്മൾ ഏത് കപ്പിന് അളന്നാ എടുക്കുന്നത് അതാണ് ഞങ്ങൾ നാഴി എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു നാഴിക്ക് 3 നാഴി പച്ചരിയും കറക്റ്റ് 1 നാഴി ഉഴുന്നുമായിരുന്നു കേട്ടോ. 3 നാഴിക്ക് 1 നാഴി, അങ്ങനത്തെ കണക്കിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എടുത്തിട്ട് എനിക്ക് 4 ബോക്സ് തികഞ്ഞില്ല കേട്ടോ, 3 തികഞ്ഞുള്ളൂ. അപ്പോൾ 3 ഞാൻ മേടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. മോശമൊന്നും വരത്തില്ല കേട്ടോ. കാരണം ഒരു 2 ദിവസത്തേക്കൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് കറക്റ്റ് ഒരു 3 സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ആദ്യമായിട്ടേ ഉള്ളതേ ഉള്ളൂ. നമ്മളൊന്ന് കൈയിട്ട് നന്നായിട്ടൊന്ന് കലക്കി മിക്സ് ചെയ്ത് മാവ് എടുത്ത ശേഷം അപ്പം തന്നെ, പിന്നെ പുറത്ത് വെക്കരുത്, അപ്പം തന്നെ എടുത്ത് ഫ്രിഡ്ജിനുള്ളിൽ വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇപ്പം പിറ്റേ ദിവസത്തേക്കാണ് വേണ്ടതെങ്കിൽ തലേ ദിവസം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എടുത്ത് പുറത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ രാവിലത്തേക്ക് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടും. രാവിലെ പിന്നെ ഉപ്പിട്ടാൽ മതി കേട്ടോ. ഉപ്പ് രാവിലെ ഇട്ടാൽ മതി. അപ്പോൾ അധികം പുളി ഉണ്ടാവില്ല. നല്ല കറക്റ്റായിട്ട് നമ്മൾ അതാത് ദിവസം അരച്ച് വെക്കുമല്ലോ, അതേപോലെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഫ്രിഡ്ജിൽ വെച്ചു എന്ന് പറഞ്ഞ് വലിയ മോശമൊന്നുമില്ല കേട്ടോ. വലിയ മോശമൊന്നുമല്ല, ഒട്ടും മോശമാവില്ല. ഞാൻ ഈ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നിന്ന് നോക്കുന്നത് എന്താണെന്നറിയോ? എനിക്ക് എപ്പോൾ ഫ്രിഡ്ജ് തുറന്നാലും ഭയങ്കര മനോഹരമായിട്ടിരിക്കണം കേട്ടോ എൻ്റെ ഫ്രിഡ്ജ്. നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് വാരി വലിച്ച സാധനങ്ങളൊന്നും ഇടാതെ, അല്ലെങ്കിൽ എന്തൊക്കെയോ കുത്തിക്കയറ്റി, അല്ലെങ്കിൽ കുറച്ച് വേസ്റ്റ് സാധനങ്ങൾ മാത്രം ഇടാനുള്ള ഒരു ബോക്സായിട്ട് കാണാതെ എപ്പോഴും ഭയങ്കര ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ടിരിക്കണം കേട്ടോ എനിക്ക് എൻ്റെ ഫ്രിഡ്ജ്. അതാ ഞാൻ ഈ ചരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കുന്നത്. കറക്റ്റ് ലെവലല്ലേ, നീറ്റല്ലേ, ബോക്സൊക്കെ കറക്റ്റായിട്ടല്ലേ വെച്ചേക്കുന്നത്, അതൊക്കെയാണ് നോക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കാണിക്കുന്നത് പിറ്റേ ദിവസം കേട്ടോ. പിറ്റേ ദിവസവും രാത്രി തന്നെ കാണിക്കുന്നത്. നമ്മുടെ രാവിലെ നമ്മൾ അതിൽ നിന്നൊരു ബോക്സ് ബാറ്റർ എടുത്ത് ദോശയൊക്കെ ഉണ്ടാക്കി, അടിപൊളി, കുഴപ്പമൊന്നുമില്ല, നോർമൽ.
പിന്നെ നമ്മൾ കാണിക്കുന്ന പിറ്റേ ദിവസമാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സാധാരണയായിട്ട് ഞാൻ വെജിറ്റബിൾസ് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറി കടയിൽ പോകും. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. എല്ലാം നോർമലായിട്ട് കറക്റ്റായിട്ട് എല്ലാവരും വാങ്ങിക്കുന്ന പോലെ കുറേ പച്ചക്കറികൾ വാങ്ങിക്കും, തിരിച്ചു പോരും. പക്ഷേ ഈ പ്രാവശ്യം തൊട്ട് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അതായത് ഞാനൊരു പ്ലാൻ എഴുതിക്കൊണ്ടുപോയി ഒരു ദിവസം എന്തൊക്കെയാണ് നമ്മൾ ലഞ്ചിന് വേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് പ്ലാനൊക്കെ എഴുതി വെച്ചിട്ട് അതിന് വേണ്ട കറക്റ്റായിട്ടുള്ള പച്ചക്കറി ഞാൻ സെലക്ട് ചെയ്തെടുക്കുകയുണ്ടായി കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്യാബേജൊക്കെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ക്യാബേജ് ഈ ഏരിയയിൽ പോലും കാണത്തില്ല. കാരണം എനിക്കിഷ്ടമാണ്, തോരനൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ അത്ര വലിയ പ്രാധാന്യം ഇവിടെ ഇല്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, എന്തിലെങ്കിലുമൊക്കെ ഇത് ആഡ് ചെയ്യണമല്ലോ, ഇതെല്ലാം ഉള്ളിൽ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ പാവയ്ക്ക, അതൊക്കെ നോർമലായിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ കുറച്ച് സെലക്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കിറ്റിൽ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതല്ലാതെ 1-2 കൂടെ അധികം വാങ്ങിക്കണമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചു. ഞാൻ ഈ പ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ദിവസം ഒരു ക്യാരറ്റ് ക്യാബേജ് തോരൻ, പിന്നെ ബീട്രൂട്ട് തോരൻ, പിന്നെ പാവയ്ക്ക മെഴുക്കുവരട്ടി, അവിയൽ, പിന്നെ മുരിങ്ങയില തോരൻ. മുരിങ്ങയിലൊക്കെ നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ നിൽപ്പുണ്ട് കേട്ടോ, നമ്മുടെ വീട്ടിലോ അതല്ലെങ്കിൽ നമ്മുടെ തൊട്ടയലത്തെ വീട്ടിലോ ഒക്കെ ഉണ്ട്, എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് പച്ചക്കറികൾ ആണ് ഈ പ്രാവശ്യം വാങ്ങിച്ചിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ക്യാബേജും മത്തങ്ങയൊക്കെ ഞാൻ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ ചീത്തയാവത്തില്ല. ഒരു 3 ആഴ്ച കൂടുതലിരിക്കും കേട്ടോ. ഏകദേശം ഒരു മാസം അടുപ്പിച്ച് എന്തായാലും ഇരിക്കും. ചീത്തയാവോ വെള്ളമാവോ ഒന്നും ചെയ്യത്തില്ല. നല്ല അടിപൊളിയായിട്ടിരുന്നോളൂ കേട്ടോ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ. പിന്നെ ഞാനിത് ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ ക്ലിംഗ് റാപ്പ് ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് ഉപയോഗമില്ലല്ലോ, വളരെ കുറച്ച് പച്ചക്കറികൾ മാത്രമല്ല ഉള്ളൂ നമ്മളിങ്ങനെ കവർ ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ കാലം ഉപയോഗിക്കും. ഒരു 20 അത്രയും രൂപ കണ്ടേ ആയുള്ളൂ ആ ഒരു റോളിന്. അത് തന്നെ ഞാനൊരു 1 ഇയറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഐഡിയ കേട്ടോ, അടിപൊളിയാണ്. വീഡിയോ ഇട്ടിട്ട് ഒരു 10 ദിവസമായല്ലയോ. കാരണം മദറിലോ ഇവിടെ ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് കാറ്ററാക്റ്റിൻ്റെ സർജറി കഴിഞ്ഞിരിക്കുക. അപ്പോൾ അമ്മ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വീഡിയോ അങ്ങോട്ട് കറക്റ്റായിട്ട് ഇടാനോ ഷൂട്ട് ചെയ്യാനോ ഒക്കെ കുറച്ച് പാടുണ്ട്. അറിയാമല്ലോ, കാറ്ററാക്റ്റിൻ്റെ സർജറി കഴിയുമ്പോൾ നമ്മൾ അതേപോലെ ശ്രദ്ധിക്കണം. പിന്നെ കറക്റ്റായിട്ട് 1 അവറൊക്കെ ഇടവിട്ട് മരുന്ന് ഒഴിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിച്ചു വീഡിയോ ഒക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഒരു 10-12 ദിവസമൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പം ഞാൻ നേരത്തെ എടുത്തു വെച്ച വീഡിയോ കേട്ടോ. അമ്മയുടെ സർജറിക്ക് മുമ്പ് ഞാൻ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കൊണ്ടുവന്ന പച്ചക്കറികളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഇടാം കേട്ടോ. സെലക്ട് ചെയ്ത് വാങ്ങിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഐഡിയ ഉണ്ട് കേട്ടോ, ഏത് ദിവസം എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്. ഞാനൊരു ഡയറി എടുത്തിട്ട് അതിനകത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ എന്താണ് ഒരു ദിവസം ഉണ്ടാക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വിചാരിച്ചു കട്ട് ചെയ്ത് ഞാൻ വെക്കുന്നില്ല കേട്ടോ. അത് നമുക്ക് തലേ ദിവസം തന്നെ ചെയ്യാം. പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആ ആഴ്ചയിലത്തേക്ക് വേണ്ടത് പച്ചമുളക്, വെണ്ടയ്ക്ക, ക്യാരറ്റ്, പിന്നെ തക്കാളി, കുക്കുംബർ, അതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വൃത്തിക്ക് വെക്കാം. കട്ട് ചെയ്ത് ഞാൻ അങ്ങനെ ഒരാഴ്ചത്തേക്ക് വെക്കുന്നില്ല. കാരണം വേറൊന്നുമല്ല, ഒന്നാമത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഇടം പോവും. നമ്മൾ ഈ സ്റ്റോർ ചെയ്യുന്നത് കൂടാതെ നമ്മൾ കട്ട് ചെയ്ത് അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ സ്ഥലം പോവും. അതിനെക്കാട്ടി ഈസി ആയിട്ട് നമുക്ക് തലേ ദിവസം പിറ്റേന്നത്തേക്ക് എന്താണ് വേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടല്ലോ, നമുക്ക് ഒരു ലിസ്റ്റും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് തലേ ദിവസം സന്ധ്യയ്ക്ക് നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തോ എപ്പോഴെങ്കിലും നമുക്ക് കുറച്ച് സമയം മതിയല്ലോ കട്ട് ചെയ്ത് വെക്കാം. അല്ലാതെ എല്ലാം കൂടെ നമുക്ക് ചെയ്താലേ ഫ്രിഡ്ജിനകത്ത് നമുക്ക് സ്ഥലം കാണില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഈ അരിഞ്ഞു വെക്കുന്നതിനകത്ത് എൻ്റെ മാത്രം കുഴപ്പമാട്ടോ, എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയത്തില്ല. എനിക്ക് ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് ശരിയാവാത്ത പോലെ തോന്നും. ഇനി എൻ്റെ മനസ്സിൻ്റെ പ്രശ്നമാണോ എന്നറിയത്തില്ല. നമ്മളിപ്പം അരിഞ്ഞു വെക്കുമല്ലോ, ഇപ്പോൾ ക്യാബേജ് ക്യാരറ്റൊക്കെ അരിയുമല്ലോ. അപ്പം അന്നത്തെ ദിവസം നല്ല ഫ്രഷായിട്ടുള്ള മണമായിരിക്കും. പക്ഷേ ഒരു 1 വീക്കൊക്കെ അതിനുള്ളിൽ നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് മണമല്ല. തോരൻ വെച്ചാൽ പോലും എന്തോ ഒരു തൃപ്തിയില്ലായ്മ അങ്ങനെ തോന്നും, എന്തോ ഒരു സംതൃപ്തിയായിട്ട് കഴിക്കാൻ പറ്റാത്ത പോലെ തോന്നും. അപ്പം ഞാൻ അത് ചെയ്യുന്നില്ല. ഇത് ഈസിയാണല്ലോ, നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അരിയുന്നതിന് എന്താ, ഒരു 10-15 മിനിറ്റ് ഇത്രയും മതിയല്ലോ. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം സ്റ്റോർ ചെയ്ത് ഇങ്ങനെ വെച്ച് കേട്ടോ. അതിനകത്ത് വെജിറ്റബിൾ ബോക്സിനകത്ത് വേണ്ടതൊക്കെ അതിനകത്ത് വെച്ചു. പിന്നെ മറ്റേതൊക്കെ
മാറ്റി മുകളിലായിട്ട് വെച്ചു കേട്ടോ. വേണ്ട നമ്മുടെ ബാറ്റർ അവിടെ ഇരിക്കുന്നുണ്ടോ, ഒരെണ്ണം നാളത്തേക്കുള്ളതാണ്. ഒരു ബോക്സ് നമ്മൾ എടുത്തു, ഒരെണ്ണം നാളത്തേക്കുള്ളതും ഒന്ന് നമ്മൾ മറ്റേ ക്ലീൻ ചെയ്ത് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊന്ന് പുറത്തോട്ട് എടുത്ത് വെച്ച് കേട്ടോ. ബാലൻസ് 2 ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ നൈറ്റ് റൊട്ടീൻ്റെ ബാക്കി ഭാഗമാണ് തേങ്ങാ തിരുമ്മൽ. തേങ്ങാ തിരുമുന്നത് എനിക്കിഷ്ടമേ അല്ല, ഒട്ടും ഇഷ്ടമല്ലാത്ത പണിയെ. തേങ്ങാ തിരുമുന്ന ദിവസം ഞാൻ അങ്ങനെയുള്ള കറി മാറ്റി വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കും കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ വിചാരിച്ചു മറ്റേ തേങ്ങ തിരുമുന്ന ഒരു മെഷീനുണ്ടല്ലോ, അത് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എൻ്റെ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല. അതൊരു അത്യാവശ്യമാണോ, ഒരു വീട്ടിൽ നമ്മൾ തന്നെ തിരുമ്മിയാൽ മതിയോ? മടിയുണ്ട്, അത് സത്യമാണ്. പക്ഷേ അതൊരു ഭയങ്കര ഒരു മസ്റ്റാണോ എന്നൊക്കെയുള്ള ചിന്ത എനിക്ക് വരും കേട്ടോ. ഒരു ടെൻഷനും ഉണ്ട്, അത് വെറുതെ ആയി പോവോ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ തേങ്ങ തിരുമ്പുന്നതിൻ്റെ പകുതി ഭാഗം കാണിച്ചെങ്കിലും എനിക്ക് മുഴുവൻ തിരുമ്പി തന്ന ഹസ്ബൻഡാട്ടോ. ഞാൻ അതിനെ അവിടെ നിന്ന് ഇടയ്ക്ക് വിളിച്ചതൊന്നും തിരുമ്പി തരുമെന്നും പറഞ്ഞ് വിളിച്ചതാണ്. അങ്ങനെ വന്ന 2 തേങ്ങ തിരുമ്പി ഞാനത് ബോക്സിലിട്ട് വെച്ചു. പിന്നെ നമുക്കൊരു 3-4 ദിവസത്തേക്കുള്ള കുറച്ച് മീനായിട്ടോ, അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ഒരു 2-3 ബോക്സിലാക്കി വെച്ചു കേട്ടോ. അത് വെള്ളം ഒഴിച്ച് നിറയെ വെള്ളം ഒഴിക്കണം. അതിന് മുകളിലെത്തുന്നത് വരെ ഫില്ല് ചെയ്ത് വെള്ളം ഒഴിച്ച് ഫ്രീസ് ചെയ്യാമെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. ഒരു കുഴപ്പമില്ല. ഒരു 4-5 ദിവസത്തേക്കൊക്കെ ഈസി ആയിട്ട് ഓടും, കുഴപ്പമില്ല. ഒരു 3-4 ദിവസത്തേക്ക് അതിൽ കവിഞ്ഞ് നമ്മൾ അങ്ങനെ വെക്കാറുമില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അതും സെറ്റായി, മീൻ ഓക്കെ ആയി, പച്ചക്കറി എല്ലാം ഓക്കെ ആയി, പിന്നെ നമ്മുടെ തേങ്ങ എല്ലാം തിരുമ്മിയത് ഓക്കെ ആയി. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്രയൊക്കെ ആയി, എന്നാൽ പിന്നെ നമുക്ക് കൊണ്ടുവന്ന കറി മീനുണ്ടല്ലോ അത് കുറച്ചങ്ങ് കറിയാക്കി വെക്കാമെങ്കിൽ നാളെ ഈസി ആയിരിക്കുമല്ലോ. എന്തായാലും മെനക്കെട്ട് സ്റ്റോക്ക് ചെയ്യാനായിട്ടും ഫ്രിഡ്ജ് ഓക്കെ ആക്കാനായിട്ടും ഒക്കെ ഇറങ്ങി. എന്നാൽ പിന്നെ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് മീൻ കറിയും വെച്ച് കേട്ടോ. ഞങ്ങൾ ഇവിടെയൊക്കെ പറയുന്ന പുളിയും മുളകും എന്നാണ് കേട്ടോ. വേറെ സ്ഥലത്തൊക്കെ എന്താണെന്നറിയില്ല, മുളക് അരച്ചതോ മുളക് ഇട്ടതോ അങ്ങനെയൊക്കെ പറയും. ഞങ്ങൾ പറയുന്നത് പുളിയും മുളകും മീൻ കറിയെന്ന് കേട്ടോ. അതിനകത്ത് മത്തിയൊക്കെ ഞാനെടുത്ത് വേറെ മാറ്റി വെച്ചു. ഇത് നമ്മുടെ കുഞ്ഞു ചൂരയില്ലേ, ആ ചൂര കേട്ടോ. കൊച്ചു ചൂരയുണ്ടല്ലോ, നമുക്ക് അയലയുടെ വലുപ്പത്തിലൊക്കെ കിട്ടുന്നത്, ആ ചൂര ഞാൻ ഇന്നത്തേക്ക് കറി വെക്കാനും മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ അത് കറി വെച്ചു. ഇത് നമുക്ക് ഈസി ആയിട്ട് ഒരു 3-4-5 ദിവസം വരെയൊക്കെ വേണമെങ്കിൽ നിൽക്കും കേട്ടോ. കറക്റ്റായിട്ട് വൈകുന്നേരം ആകുമ്പോൾ എടുത്തൊന്ന് ചൂടാക്കി വെക്കുക, രാവിലെ പിന്നെയും ഒന്ന് ചൂടാക്കുക, അത്രയും ചെയ്താൽ മതി കേട്ടോ. കാരണം ഉള്ളി, പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ ഇടുന്നില്ല. അതുകൊണ്ട് കേടാവാതെ നല്ല ടേസ്റ്റിൽ, അടിപൊളി ടേസ്റ്റിലിരിക്കും കേട്ടോ. ഓരോ ദിവസം കഴിയും തോറും ടേസ്റ്റ് കൂടി വരുന്നതല്ലാതെ ചീത്തയാവുകയില്ല കേട്ടോ. അടിപൊളി മീൻ കറി. അപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോയിൽ തന്നെ പിന്നെ 1 മന്ത് ക്ലീനിങ്ങിൻ്റെ ലിസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് എന്നോട് ഞാനൊരു ക്ലീനിങ് ഇട്ട സമയത്ത് ഒരു കുട്ടി എന്നോട് ഒരുപാട് തവണയായിട്ട് ചോദിക്കുന്നു കേട്ടോ. പക്ഷേ എന്തൊക്കെയോ കാരണം കൊണ്ട് ഞാൻ ലേറ്റായി. സഹദ് ID കേട്ടോ, മെയിൽ ID സഹദ് എന്നാണ് എൻ്റെ പേര് എഴുതിയിരിക്കുന്നത്. ഇനി ആൾ കറക്റ്റ് പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ പ്രാവശ്യം എന്നോട് ചോദിച്ചു. ഇത് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ വളരെ ഈസി ആയിട്ട് അങ്ങനെ ഒരു ലിസ്റ്റ് എഴുതുന്നത് കേട്ടോ. ഇങ്ങനെ ചടപടയെന്ന് ഇങ്ങനെ എഴുതിപ്പോവും. പക്ഷെ വേറൊരാൾക്ക് മനസ്സിലാവണം എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽഡായിട്ട് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. ലിസ്റ്റിനകത്ത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ലിസ്റ്റ് വരട്ടെ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചു കേട്ടോ നാളത്തേക്ക്. അതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി ഒന്ന് കുളിച്ചാൽ മതി. അപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്താട്ടോ. ഇത് 1 മന്ത് ക്ലീനിങ് ലിസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് എൻ്റെ വീടിനനുസരിച്ച് ഞാൻ ചിട്ടപ്പെടുത്തിയ ഒരു ലിസ്റ്റ് ആട്ടോ. പിന്നെ അത് വേണം, മസ്റ്റായിട്ട് ആ കുട്ടിക്ക് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ ഒരു നോട്ടായിട്ട് എഴുതി ഇങ്ങനെ വെച്ചിരിക്കുക. അത് വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അടിപൊളി ആയിട്ട് നമുക്ക് വീട് വൃത്തിയാക്കാൻ ഏറ്റവും ഈസി ആയിട്ട് പറ്റുന്ന ഒരു സാധനം. നമുക്കൊരു തിരക്കോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. ഈസി ആയിട്ട് അടിപൊളിയായിട്ട് നടക്കും. എനിക്ക് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ ഈ വീട് ക്ലീനിങ്. കാരണം എങ്ങനെയായാലും പെട്ടെന്ന് എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഉണ്ടാക്കിയൊരു ലിസ്റ്റായത് കുറച്ച് ഭാഗമായിട്ട് ഇത് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഈസി ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ
വേറൊരാൾ കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഒരു പോയിൻ്റേ ഉള്ളൂ കേട്ടോ, വലിയ കാര്യമൊന്നുമില്ല. ഇത് വേറൊരാൾ കണ്ടാൽ എന്താ തോന്നുകയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഈസിയാണ്, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.